ഹലോ, ഞാൻ നീലിമ വർമ്മ. എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ഡിസ്കഷൻ വിത്ത് സി ആസ്പിരൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡയറക്റ്റ് ടാക്സ് അമെൻമെൻറ്റ്സ് ആണ്. ഇത് CA ഇൻറ്റർ CS എക്സിക്യൂട്ടീവ് CMA ഇൻറ്റർ ജൂലൈ 2020 നവംബർ 2020 കൊടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ പാർട്ട് ബൈ പാർട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ വെറും ബേസിക് ടാക്സ് റേറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ കവർ ചെയ്തിരിക്കുന്ന ടോപ്പിക്സ് വളരെ ബ്രീഫായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഡയറക്റ്റ് ടാക്സ് അമെൻമെൻറ്റ്സിലേക്ക്. ഡയറക്റ്റ് ടാക്സ് അമെൻമെൻറ്റ്സ് മെയ് 2020 നവംബർ 2020 കൊടുക്കാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഓർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ ഞാനിവിടെ നിന്ന് ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ 2019-20 അസസ്മെന്റ് ഇയർ 2021. സോ പ്രീവിയസ് ഇയർ 19-20 അസസ്മെന്റ് ഇയർ 2021. ദിസ് യു വിൽ ഹാവ് ടു റീകോൾ. സംസ് വരുമ്പോൾ റീകോൾ ചെയ്യേണ്ടി വരും. ഫൈനാൻസ് ആക്ട് 19 ആണ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ. അപ്പോൾ ഇപ്പോൾ വന്ന ഫൈനാൻസ് ആക്ട് 20 നിങ്ങൾക്ക് അപ്ലിക്കബിൾ അല്ല. നിങ്ങൾക്ക് വെറും ഫൈനാൻസ് ആക്ട് 19 മാത്രമാണ് അപ്ലിക്കബിൾ. സോ യുവർ പ്രീവിയസ് ഇയർ 19-20 അസസ്മെന്റ് ഇയർ 2021. രണ്ടാമത്തെ കാര്യം, പ്രീവിയസ് ഇയർ 19-20 എന്നുള്ളത് ഒരു ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആവുമ്പോൾ ഇത് 366 ഡേയ്സ് ഉണ്ടാവും. അപ്പോൾ 366 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ട സ്ഥലങ്ങൾ, റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 366 ഡേയ്സ് ആണ് നമുക്ക് ഓർത്ത് വെക്കേണ്ടത്. രണ്ടാമത് ഡെപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 366 ഡേയ്സ് ഓർത്ത് വെക്കണം. പിന്നെ എവിടെയൊക്കെയാണോ നിങ്ങളുടെ ഡേറ്റ്സ് വരുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് 366 ആപ്ലിക്കബിൾ ആവും. അപ്പോൾ ആദ്യത്തെ കാര്യം, പ്രീവിയസ് ഇയർ 19-20 അസസ്മെന്റ് ഇയർ 2021. സെക്കൻഡ്, പ്രീവിയസ് ഇയർ 19-20 എന്നുള്ളത് ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആകുമ്പോൾ 366 ഡേയ്സ് കാണും. 366 ഡേയ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്, ഡെപ്രിസിയേഷൻ, ഡേറ്റ്സിന്റെ കാൽക്കുലേഷൻ എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് ആലോചിച്ച് വെക്കേണ്ടി വരും. ഇത് ശരിക്കും ഒരു അമെൻമെന്റ് അല്ല, ബട്ട് ഇറ്റ് ഈസ് ആസ് ഗുഡ് ആസ് അമെൻമെന്റ്. അതുകൊണ്ട് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ മെൻഷൻ ചെയ്തത്. നെക്സ്റ്റ്, ഡേറ്റ്സ് ടു റിമെമ്പർ. തേർഡ് വൺ എന്താണ്? ഡേറ്റ്സ് ടു റിമെമ്പർ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ അറ്റംപ്റ്റിൽ. ഒരുപാട് കാര്യങ്ങൾ നടന്നു നമ്മുടെ ഈ 2019 എന്നുള്ളൊരു സംഭവത്തിൽ. അപ്പോൾ ഡേറ്റ്സ് ടു റിമെമ്പർ എന്തൊക്കെയാണ്? 1 ഫെബ്രുവരി 2019 നമ്മുടെ ബഡ്ജറ്റ് വന്നു. അത് പ്രസന്റ് ചെയ്തത് പീയൂഷ് ഗോയൽ ജി. അതിനെ നമ്മൾ ഇന്ററിം ബഡ്ജറ്റ് എന്ന് പറയും. അതിനുശേഷം 5 ജൂലൈ 2019 നിർമ്മല സീതാരാമൻ ജി, നമ്മുടെ പുതിയ ഫൈനാൻസ് മിനിസ്റ്റർ, പ്രസന്റ് ചെയ്തതാണ് ഫൈനൽ ബഡ്ജറ്റ്. അപ്പോൾ ഈ ഇന്ററിം ബഡ്ജറ്റും ഫൈനൽ ബഡ്ജറ്റിന്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏത് വർഷത്തിലാണോ ഇലക്ഷൻ നടക്കുക ആ വർഷത്തിൽ നമുക്ക് 2 ബഡ്ജറ്റ് ഉണ്ടാവും. ഞാൻ പിന്നെയും പറയാം. ഏത് വർഷത്തിലാണോ ഇലക്ഷൻ ഉണ്ടാവുക ആ വർഷത്തിൽ നമുക്ക് 2 ബഡ്ജറ്റ് ഉണ്ടാവും. ഇലക്ഷന് മുന്നേ ഉള്ള ബഡ്ജറ്റിനെ നമ്മൾ ഇന്ററിം ബഡ്ജറ്റ് എന്ന് പറയും. ഇലക്ഷന് ശേഷമുള്ള ബഡ്ജറ്റിനെ നമ്മൾ ഫൈനൽ ബഡ്ജറ്റ് എന്ന് പറയും. ഞാൻ പിന്നെ പറയാം. ഇലക്ഷൻ നടക്കുന്ന വർഷത്തിൽ 2 ബഡ്ജറ്റ് ഉണ്ടാവും. ഒന്ന് ഇലക്ഷന് മുമ്പ് ഇന്ററിം ബഡ്ജറ്റ്, ഇലക്ഷന് ശേഷം ഫൈനൽ ബഡ്ജറ്റ്. അപ്പൊ ഇലക്ഷന് മുമ്പ് പ്രസന്റ് ചെയ്തതാണ് പീയൂഷ് ഗോയൽ ജി ഇന്ററിം ബഡ്ജറ്റ്. ഇലക്ഷന് ശേഷം നിർമ്മല സീതാരാമൻ ജി, നമ്മുടെ പുതിയ ഫൈനാൻസ് മിനിസ്റ്റർ, ചാർജ് എടുത്തതിന് ശേഷം ഫൈനൽ ബഡ്ജറ്റ് ആണ് പ്രസന്റ് ചെയ്തത്. നെക്സ്റ്റ്, 1 ഓഗസ്റ്റ് 2019 ചില അമെൻമെന്റ്സ് ഉണ്ടായി. ഈ അമെൻമെന്റ്സ് ആക്ച്വലി എന്തായിരുന്നു വെച്ചാൽ ഇന്ററിം ബഡ്ജറ്റിൽ ചില കാര്യങ്ങളുടെ അപ്രൂവൽ കിട്ടിയത് 1 ഓഗസ്റ്റിനായിരുന്നു. അപ്പൊ അത് അപ്പോഴും അപ്ലിക്കബിൾ ആയി തുടങ്ങി. And the last most important is 20 September 2019. ഈ 20 സെപ്റ്റംബർ 2019 നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ സീതാരാമൻ, അതായത് നിർമ്മല സീതാരാമൻ ജി കൊണ്ടുവന്നതാണ് വിത്ത് അസെന്റ് ഓഫ് പ്രസിഡന്റിന്റെ അസെന്റോട് കൂടി കൊണ്ടുവന്നതാണ് ടാക്സേഷൻ അമെൻമെന്റ് ഓർഡിനൻസ് 2019. ടാക്സേഷൻ അമെൻമെന്റ് ഓർഡിനൻസ് 2019. ഈ ഓർഡിനൻസിന്റെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാം. വെൻ പാർലമെന്റ് സെഷനിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ലോ കൊണ്ടുവരണമെങ്കിൽ പാർലമെന്റ് ക്യാൻ മേക്ക് ലോ എന്ന് ആർട്ടിക്കിൾ 245 പറയുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? ലോ, ഇന്ത്യയിൽ ഒരു ലോ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് എന്ന് ആർട്ടിക്കിൾ 245 നമുക്ക് തന്നിട്ടുണ്ട്. ബട്ട് വെൻ പാർലമെന്റ് ഇസ് നോട്ട് ഇൻ സെഷൻ, പാർലമെന്റ് സെഷനിലല്ല, പക്ഷെ നമുക്ക് ഫൈനാൻഷ്യൽ ഡിസിഷൻസ് എടുത്തേ തീരൂ. അങ്ങനെ വരുമ്പോൾ പ്രസിഡന്റ് മേ പ്രൊമൾഗേറ്റ്
ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ പറ്റും. അതായത് പ്രസിഡന്റിന് ഓർഡിനൻസ് കൊണ്ടുവരാൻ പറ്റും. ഇത് ആർട്ടിക്കിൾ 123 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലോ ഉണ്ടാക്കണമെങ്കിൽ ഒരു ലോ ഉണ്ടാക്കുമ്പോൾ പാർലമെന്റ് ക്യാൻ മേക്ക് ലോ എന്നുള്ളത് ആർട്ടിക്കിൾ 245 നമുക്ക് തന്നിട്ടുണ്ട്. പാർലമെന്റ് ക്യാൻ മേക്ക് ലോസ് എന്നുള്ളത് ആർട്ടിക്കിൾ 245 നമുക്ക് തന്നിട്ടുണ്ട്. ബട്ട് വെൻ പാർലമെന്റ് ഇസ് നോട്ട് ഇൻ സെഷൻ, ആർട്ടിക്കിൾ 123 നമുക്ക് പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് മേ പ്രൊമൾഗേറ്റ് ആൻ ഓർഡിനൻസ്. അതായത് പ്രസിഡന്റിന് ഓർഡിനൻസ് വഴി എന്ത് കൊണ്ടുവരാൻ പറ്റും? ഒരു ഫൈനാൻഷ്യൽ ഡെസിഷൻ കൊണ്ടുവരാൻ പറ്റും. ഇനി ഈ ഓർഡിനൻസിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് നിയർലി 6 months ആണ്. അപ്പോഴേക്കും നമ്മുടെ പാർലമെന്റ് വീണ്ടും സെഷനിൽ വരും. അപ്പോൾ ഈ ഓർഡിനൻസ് പാർലമെന്റിൽ പ്രസന്റ് ചെയ്യും. അപ്രൂവൽ കിട്ടിച്ചാൽ ഇറ്റ് വിൽ ബിക്കം ആൻ ആക്ട്. അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ ഇറ്റ് വിൽ ലാപ്സ്. ഞാൻ പിന്നെ പറയാം, ഓർഡിനൻസ് നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു 6 മാസം, നിയർലി ഒരു 6 months അതിൻ്റെ ഒരു കാലാവധി ഉണ്ടാവും. അത് ആവുമ്പോഴേക്കും നമുക്ക് പാർലമെന്റ് വീണ്ടും സെഷനിൽ വരും. പാർലമെന്റ് സെഷനിൽ വരുമ്പോൾ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബിക്കം ആൻ അപ്രൂവൽ കിട്ടിയാൽ ഇറ്റ് വിൽ ബിക്കം ആൻ ആക്ട്. അപ്രൂവൽ കിട്ടിയില്ലെങ്കിൽ, അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, റിജക്ട് ചെയ്തുവെച്ചാൽ അതെന്തായി പോവും? ലാപ്സ് ആയി പോവും. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് എന്താ? പ്രീവിയസ് ഇയർ 1920, അസസ്മെന്റ് ഇയർ 2021. സെക്കൻഡ്, പ്രീവിയസ് ഇയർ 1920 എന്നുള്ളത് ലീപ്പ് ഇയർ ആണ്. അപ്പോൾ 366 ഡേയ്സ് ഉണ്ടാവും. 366 ഡേയ്സ് എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്, ഡെപ്രിസിയേഷൻ, ഡേറ്റ്സിന്റെ കാൽക്കുലേഷൻ എവിടെയൊക്കെ വരുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് 366 ഡേയ്സ് ഓർത്ത് വെക്കേണ്ടി വരും. പിന്നെ ഡേറ്റ്സ് ടു റിമെമ്പർ, 1st ഫെബ്രുവരിക്ക് വന്ന അമെൻമെന്റ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. 5th ജൂലൈക്ക് വന്ന അമെൻമെന്റ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. 1st ഓഗസ്റ്റിന് വന്ന അമെൻമെന്റ്സ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. 20 സെപ്റ്റംബറിന് വന്ന ഓർഡിനൻസും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ്, ഇനി 4th നിങ്ങളുടെ അമെൻമെന്റ് എന്താണ്? അപ്പോൾ ഇതുവരെ നമ്മൾ 3 അമെൻമെന്റ് കഴിഞ്ഞു. ഒന്ന് നമ്മുടെ പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ പഠിച്ചു. പ്രീവിയസ് ഇയർ 1920 ആയതുകൊണ്ട് നിങ്ങളുടെ ഡേറ്റ്സ്, അതായത് ഇയർ ലീപ്പ് ഇയർ ആയതുകൊണ്ട് 366 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഡേയ്സിന്റെ കാൽക്കുലേഷൻ ശ്രദ്ധിക്കണം. പിന്നെ സർട്ടൺ ഡേറ്റ്സ്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, റീബേറ്റ് അണ്ടർ സെക്ഷൻ 87A. ഇത് വന്ന സമയത്ത് ഒരുപാട് ചർച്ച നടന്നിരുന്നു. ആക്ച്വലി എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് 5 lakhs വരെ നമുക്ക് ടാക്സ് അടയ്ക്കേണ്ടെന്നായിരുന്നു. പക്ഷെ ടാക്സ് ലാബിൽ ഒരു വ്യത്യാസവും അവർ വരുത്തിയിട്ടില്ല. വ്യത്യാസം വരുത്തിയത് റീബേറ്റിലാണ്. അപ്പൊ റീബേറ്റ് അണ്ടർ സെക്ഷൻ 87A, ഏർലിയർ ഇറ്റ് വാസ് 2500 ആയിരുന്നു നമുക്ക് റീബേറ്റിന്റെ എമൗണ്ട് കിട്ടുന്നത്. റീബേറ്റ് നമുക്ക് കൺസെഷൻ കിട്ടുന്നത്, അതായത് നമുക്ക് റീബേറ്റ് കിട്ടുന്നത് 2500 rupees ഓർ 100% ഓഫ് ടാക്സ് ആയിരുന്നു. ബട്ട് നൗ ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh. അതായത് റീബേറ്റ് അപ്ലൈ ആവുന്നത് എപ്പോഴാണ്? ടോട്ടൽ ഇൻകം, നിങ്ങളുടെ ടോട്ടൽ ഇൻകം 5 lakh എക്സീഡ് ആവരുത്. അതായത് 5 lakhന് താഴെ നിങ്ങളുടെ ടോട്ടൽ ഇൻകം ആണെങ്കിൽ നിങ്ങൾക്ക് റീബേറ്റ് അപ്ലിക്കബിൾ ആവും. സോ യുവർ ടോട്ടൽ ഇൻകം മീൻസ് നിങ്ങളുടെ നോർമൽ ഇൻകം ആസ് വെൽ ആസ് യുവർ സ്പെഷ്യൽ ഇൻകം. നോർമൽ ഇൻകം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം, നോർമൽ ക്യാപിറ്റൽ ഗെയിൻസ്, അതർ സോഴ്സസ്, ഇതെല്ലാം നിങ്ങളുടെ നോർമൽ ഇൻകം ആയിട്ട് വരും. സ്പെഷ്യൽ ഇൻകം എന്ന് പറയുമ്പോൾ കാഷ്വൽ ഇൻകം, അതായത് വിന്നിങ് ഫ്രം ലോട്ടറീസ്, ഹോഴ്സ് റേസേഴ്സ്, ഇതൊക്കെ നിങ്ങളുടെ കാഷ്വൽ ഇൻകം ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112, അതായത് 20% നിങ്ങൾക്ക് ടാക്സ് റേറ്റ് ഉണ്ടാവുന്നത്. പിന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A, ഇതും നിങ്ങളുടെ എന്താണ്? സ്പെഷ്യൽ ഇൻകം ആണ്. അപ്പോൾ നോർമൽ ഇൻകം പ്ലസ് സ്പെഷ്യൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh. അതായത് നിങ്ങളുടെ നോർമൽ ഇൻകം, സ്പെഷ്യൽ ഇൻകം, ടോട്ടൽ ഇൻകം 5 lakhന് എക്സീഡ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് റീബേറ്റ് അപ്ലിക്കബിൾ ആവും. സോ 5 lakh ഇസ് എ ലിമിറ്റ്. 5 lakhന് താഴെയാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം എങ്കിൽ നിങ്ങൾക്ക് റീബേറ്റ് അണ്ടർ സെക്ഷൻ 87A കിട്ടും. ഓക്കെ, റീബേറ്റിന്റെ എത്രയാണ് നമുക്ക് എമൗണ്ട് കിട്ടുന്നത്? 100% ഓഫ് ടാക്സ് ഓർ 12,500 വിച്ച് എവർ ഈസ് ലോവർ. അപ്പൊ നിങ്ങൾ എങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറയാം. നോർമൽ ഇൻകം വന്നു, സ്പെഷ്യൽ ഇൻകം ഉണ്ട്, ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ ഇൻകമിന്റെ മുകളിൽ സ്ലാബ് റേറ്റ്സ്, സ്പെഷ്യൽ ഇൻകമിന്റെ മുകളിൽ സ്പെഷ്യൽ ടാക്സ് റേറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻകം ടാക്സ് കിട്ടും. ആ ഇൻകം ടാക്സ് ഓർ 12,500 വിച്ച് എവർ ഇസ് ലോവർ, അത്രയും നിങ്ങൾക്ക് റീബേറ്റ് കിട്ടും. ഇനി ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എഡ്യൂക്കേഷൻ സെസ് എപ്പോഴും റീബേറ്റിന് ശേഷമാണ് വരിക. അതായത് നിങ്ങൾ ടോട്ടൽ ഇൻകം വന്നു, ടോട്ടൽ ഇൻകമിന്റെ മുകളിൽ നിങ്ങൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തു. ആ ടാക്സും 12,500 കമ്പയർ ചെയ്യുക. വിച്ച് എവർ ഇസ് ലോവർ നിങ്ങൾക്ക് അത്രയും റീബേറ്റ് കിട്ടും.
ബാക്കിയുള്ള എമൗണ്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ആ എമൗണ്ടിലാണ് നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ സെസ് വരിക. അപ്പോൾ ഓർത്ത് വെക്കുക, ടാക്സ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ ഹയർ എഡ്യൂക്കേഷൻ സെസ് ഇൻക്ലൂഡ് ചെയ്യരുത്. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ നോർമൽ ഇൻകം പ്ലസ് സ്പെഷ്യൽ ഇൻകം, ഇത് രണ്ടിനെയും ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ടാക്സ് ഓർ 12,500 വിച്ച് എവർ ഇസ് ലോവർ, അത്രയും നിങ്ങൾക്ക് റീബേറ്റ് കിട്ടും. ബാക്കിയുള്ള എമൗണ്ട്, ബാക്കി ഉണ്ടെങ്കിൽ എമൗണ്ടിന്റെ മുകളിലാണ് എഡ്യൂക്കേഷൻ സെസ് വരിക. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ സെസ് റീബേറ്റിന് ശേഷമാണ്. ഈ കാര്യം ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പം ഞാൻ പിന്നെ സമ്മറൈസ് ചെയ്യാം. റീബേറ്റ് ആർക്കാണ് അപ്ലിക്കബിൾ ആവുക? ഇഫ് യുവർ ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh. ഇഫ് യുവർ ടോട്ടൽ ഇൻകം മീൻസ് നോർമൽ പ്ലസ് സ്പെഷ്യൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh, rebate would be lower of 100% tax or 12,500 whichever is lower. എല്ലാ ഇൻകം നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൽ കൺസിഡർ ആവും എക്സെപ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇഫ് ഇൻകം ഈസ് അണ്ടർ സെക്ഷൻ 112A. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് സെക്ഷൻ 112A. സെക്ഷൻ 112A എന്തായിരുന്നു? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, അതായത് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ഓർ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ഓർ യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. ഇത് നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ, അതായത് ഇതിൻ്റെ മുകളിൽ STT പെയ്ഡ് ഉണ്ടാവണം. ഇത് നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് 112A. അപ്പൊ 112Aയുടെ ഇൻകം ഒഴികെ ബാക്കി എല്ലാ ഇൻകത്തിന്റെ മുകളിലും നിങ്ങൾക്ക് എന്ത് കിട്ടും? റീബേറ്റ് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ ഇൻകം മീൻസ് നോർമൽ ഇൻകം പ്ലസ് സ്പെഷ്യൽ ഇൻകം എക്സ്ക്ലൂഡിംഗ് long-term capital gain under section 112A. So long-term LTCG under section 112A ക്ക് റീബേറ്റിൻ്റെ അപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻകം പ്ലസ് സ്പെഷ്യൽ ഇൻകം വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A. ബാക്കി എല്ലാ ഇൻകത്തിലും നിങ്ങൾക്ക് എന്ത് കിട്ടും? റീബേറ്റ് കിട്ടും. റീബേറ്റിന്റെ എമൗണ്ട് എത്രയാണ്? 100% ഓഫ് ടാക്സ് ഓർ 12,500 വിച്ച് എവർ ഇസ് ലോവർ. ഞാൻ 2 എക്സാമ്പിൾ കൊണ്ടുണ്ട്. ആ എക്സാമ്പിൾ നമുക്ക് നോക്കാം. Example first, PGBP income ആണ് എൻ്റെ 3,50,000. Long term capital gain under section 112 is 1 lakh. Though my total income is 4.5 lakhs, എനിക്ക് റീബേറ്റ് കിട്ടും ഓൺ ദ ബേസിസ് ഓഫ് വാട്ട്? ഈ PGBPയുടെ ഇൻകം. ഇത് നമ്മുടെ കാൽക്കുലേറ്റ് ആവില്ല, ഇത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഈ 3,50,000 ബേസിസിൽ എനിക്ക് എന്ത് കിട്ടും? റീബേറ്റ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ ഞാൻ തരാം. എക്സാമ്പിൾ സെക്കൻഡ്, ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ എക്സ് ഏജ്ഡ് 35 years ഈസ് 5,07,000. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീബേറ്റ് അപ്ലിക്കബിൾ ആവുമോ? റീബേറ്റ് അപ്ലിക്കബിൾ ആവില്ല. എന്തുകൊണ്ടാവില്ല? കാരണം 5 lakhന് മുകളിലാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം. സോ ഇഫ് യുവർ ഇൻകം ഈസ് ലെസ് ദാൻ, ഡസ് നോട്ട് എക്സീഡ് 5 lakh, എന്നാലേ റീബേറ്റ് അപ്ലിക്കബിൾ ആവുള്ളൂ. ബട്ട് ഹിയർ ഇൻ ദിസ് കേസ് 5,07,000 ആണ് നിങ്ങളുടെ ഇൻകം. ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു എക്സാമ്പിൾ ആണ്. 5,07,000 ആണ് നിങ്ങളുടെ ഇൻകം. അപ്പോൾ ടാക്സ് ഓൺ 5,07,000 13,900. നിങ്ങൾക്ക് റീബേറ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷൻ സെസ് കാൽക്കുലേറ്റ് ചെയ്തു. 556, ടോട്ടൽ 14,456. നോ റീബേറ്റ് അവൈലബിൾ ബിക്കോസ് ഇതെന്താണ്? കാരണം നിങ്ങളുടെ 5,07,000 മുകളിൽ നിങ്ങളുടെ എന്തുണ്ടായി? ഇൻകം, നിങ്ങളുടെ ടോട്ടൽ ഇൻകം 5,07,000 മുകളിലായതുകൊണ്ട് റീബേറ്റ് കിട്ടില്ല. ഇനി ചില ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക ഡൗട്ട് എന്താണെന്നുള്ളത്. 5,07,000, അതായത് 5,07,000 എൻ്റെ ഇൻകം ആയപ്പോൾ എനിക്ക് 14,456 ടാക്സ് അടയ്ക്കേണ്ടി വന്നു. 5,07,000 എൻ്റെ ഇൻകം ആയപ്പോൾ 14,456 ടാക്സ് അടയ്ക്കേണ്ടി വന്നു. പക്ഷെ എങ്ങാനും എൻ്റെ 5 lakhന് താഴെയായിരുന്നു ഇൻകം എങ്കിൽ എനിക്ക് റീബേറ്റ് കിട്ടുമായിരുന്നു. എനിക്ക് ഒരു പൈസ പോലും ടാക്സ് അടയ്ക്കണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രൊവിഷനില്ലേ. അപ്പോൾ 5 lakh വരെ എൻ്റെ ഇൻകം ആണെങ്കിൽ 14,456 എനിക്ക് ടാക്സ് അടയ്ക്കേണ്ടി വന്നു. പക്ഷേ 5 lakhന് താഴെ എങ്ങാനും എൻ്റെ ഇൻകം ആയിരുന്നെങ്കിൽ എനിക്ക് ടാക്സ് അടയ്ക്കണ്ടായിരുന്നു. കാരണം എനിക്ക് 12,500 റീബേറ്റ് കിട്ടുമായിരുന്നു.
ഓക്കെ, അപ്പോൾ ഒരു 7,000 എക്സ്ട്രാ പേ ചെയ്യുന്ന കാരണം നിങ്ങൾക്ക് 14,456 ടാക്സ് നടക്കേണ്ടി വരുന്നു. അതായത് 5 lakh ആയിരുന്നെങ്കിൽ എൻ്റെ ഇൻകം എനിക്ക് ഒരു ടാക്സും നടക്കേണ്ടായിരുന്നു, ബിക്കോസ് എനിക്ക് റീബേറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു 7,000 കൂടുതൽ ഏൺ ചെയ്ത കാരണം എനിക്ക് 14,456 ടാക്സ് നടക്കേണ്ടി വരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, അപ്പോൾ ഇവിടെ മാർജിനൽ റിലീഫ് കിട്ടുമെന്ന്. മാർജിനൽ റിലീഫ് ഇവിടെ കിട്ടില്ല. മാർജിനൽ റിലീഫിന് വേണ്ടി നമ്മുടെ ടോട്ടൽ ഇൻകം 50 lakhs ക്രോസ് ചെയ്യണം, എന്നാലേ മാർജിനൽ റിലീഫിൻ്റെ, അതായത് 50 lakhs എക്സീഡ് ആവരുത്. അപ്പോഴാണ് നമ്മുടെ മാർജിനൽ റിലീഫിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ മാർജിനൽ റിലീഫ് ഇവിടെ അപ്ലിക്കബിൾ ആവില്ല, ഇത് ഓർത്ത് വെക്കണേ. സോ 5,07,000 ഒരു 7,000 ഏൺ ചെയ്ത കാരണം നിങ്ങൾക്ക് 14,456 പേ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർജിനൽ റിലീഫ് ഇവിടെ അപ്ലിക്കബിൾ അല്ല, റീബേറ്റും കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ റീബേറ്റ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് പ്രീവിയസ് ഇയർ 1920, അസസ്മെൻറ്റ് ഇയർ 2021. അതിനുശേഷം പ്രീവിയസ് ഇയർ 1920 എന്നുള്ളത് നിങ്ങളുടെ ലീപ് ഇയർ ആണ്. അപ്പോൾ 366 ഡേയ്സ് വരും. ഡേയ്സ് വരുന്ന സ്ഥലത്തൊക്കെ ഇത് ശ്രദ്ധിക്കുക. മൂന്നാമത് സർട്ടൺ ഡേറ്റ്സ് ആണ്, അമെൻമെൻറ്റ്, അതായത് നിങ്ങളുടെ ഫൈനാൻസ് ആക്ട് കൊണ്ടുവന്ന ഡേറ്റ്സ് ആണ്. അതിനുശേഷം വന്നത് നിങ്ങളുടെ റീബേറ്റ് ആണ്. റീബേറ്റ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh, ബട്ട് ദിസ് ടോട്ടൽ ഇൻകം ഡസ് നോട്ട് ഇൻക്ലൂഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112A. മനസ്സിലായോ? റീബേറ്റ് എത്ര കിട്ടുക? 100% ഓഫ് ടാക്സ് ഓർ 12,500 വിച്ച് എവർ ഈസ് ലോവർ. ബട്ട് റീബേറ്റ് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ സെസ്സിന് മുന്നേ കൊടുക്കണം. എഡ്യൂക്കേഷൻ സെസ് പിന്നീടാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ റീബേറ്റ്. ഇനി ഞാൻ നിങ്ങളെ ഒരു മെയിൻ ഷീറ്റിലേക്ക് കൊണ്ടുപോകാം. ഇതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി. Article 245, Parliament may make law for whole or any part of the country. അതിനുശേഷം Article 123, President may promulgate the ordinance when the either of the house is not in session. ഇത് നമ്മൾ കണ്ടു. Article 270, taxes shall be divided between union and state. നിങ്ങളുടെ ടാക്സ് ഒരുമിച്ചാണ് കൊടുക്കുക. അതിന് അഗ്രികൾച്ചറും നോൺ അഗ്രികൾച്ചറും ആക്കിയിട്ട് മാറ്റുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ Article 271, surcharge can be levied on duties and taxes. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സർചാർജ് ക്യാൻ ബി ലെവീഡ്. അപ്പോൾ സർചാർജ് ക്യാൻ ബി ലെവീഡ് ഓൺ duties and taxes. Next, entry number 82, union list, taxes on other income other than agriculture. അതായത് യൂണിയൻ ലിസ്റ്റിൽ എൻട്രി നമ്പർ 82 പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഒഴികെ ബാക്കി എല്ലാ ടാക്സും കളക്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. പക്ഷേ അഗ്രികൾച്ചർ ഇൻകം കളക്ട് ചെയ്യാനുള്ള പവർ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയാണ്, ജസ്റ്റ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് റീബേറ്റ് നമ്മൾ കവർ ചെയ്തു. SSC ഇൻഡിവിജ്വൽ ആയിരിക്കണം. He is a resident of India whose total income, normal plus special excluding agriculture income, exempt income, does not exceed 5 lakh. Rebate 12,500 or 100% of tax payable, whichever is lower. Okay, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സർചാർജ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഒരു അമെൻമെൻറ്റ് നടന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സർചാർജ് ആണ്. പക്ഷേ സർചാർജ് ആർക്കുള്ള സർചാർജാണ്? ഇൻഡിവിജ്വൽ, HUF, AOP, BOY, AJP. AJP എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. ഓർത്ത് വയ്ക്കുക, കമ്പനിയുടെ സർചാർജിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. കമ്പനിയുടെ സർചാർജിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. വ്യത്യാസം വന്നിരിക്കുന്നത് ഇൻഡിവിജ്വൽ, HUF, AOP, BOY, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ. ഇവരുടെ സർചാർജിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 ചാൻസസ് ഉണ്ട്, ഒബ്ജക്റ്റീവ്സിൽ വരാൻ ചാൻസസ് ഉണ്ട്. ഈവൻ റീബേറ്റും നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സിലും ക്വസ്റ്റ്യൻ നമ്പർ 1 വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സർചാർജ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. സർചാർജ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് സർചാർജിലാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ, HUF, AOP, BOY, ആർട്ടിഫിഷ്യൽ ജുറിഡിക്കൽ പേഴ്സൺ, ഇവർക്കാണ് സർചാർജ് അപ്ലിക്കബിൾ. ഞാൻ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെ സർചാർജ് റേറ്റ്സിലും അല്ലെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയാസിനും വന്ന വ്യത്യാസം പറയാം. കഴിഞ്ഞ വർഷം വരെ 50 lakhs വരെ സർചാർജ് ഉണ്ടായിരുന്നില്ല. ടിൽ 50 lakhs, up to 50 lakhs there was no surcharge. 50 lakhs, above 50 lakhs, up to 1 crore, 10% surcharge. Above 1 crore, up to 2 crore, 15% surcharge. ഞാനിവിടെ ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെയാണ്. അത് ഈ വർഷവും റിപ്പീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫൈനാൻസ് ആക്റ്റിൽ നമ്മുടെ സർചാർജിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അഗെയിൻ
Up to 50 lakhs, no surcharge. Above 50 lakhs to 1 crore, 10%. 1 crore to 2 crore, 15%. 2 crore above, up to 5 crore, 25%. Above 5 crore, it is 37%. Up to 50 lakhs, no surcharge. 50 lakhs to 1, above 50 lakh to 1 crore, 10%. Above 1 crore to 2 crore, 15%. Above 2 crore to 5 crore, 25%. Above 5 crore, 37%. അപ്പോൾ നിയർലി ഒരാൾ ഇൻകം ഏൺ ചെയ്യുമ്പോൾ അയാളുടെ ബേസിക് ടാക്സ് റേറ്റ്, അതായത് ഒബ്വിയസ്ലി അബവ് 5 crore എന്ന് പറയുമ്പോൾ അയാൾക്ക് ലാസ്റ്റ് സ്ലാബാണ് 30% സ്ലാബാണ് അപ്ലിക്കബിൾ ആവുന്നത്. 30%ന് മുകളിൽ 37%, അതിന് മുകളിൽ ഹയർ ആൻഡ് എഡ്യൂക്കേഷൻ സെസ്. ഇത് വരുമ്പോൾ ടോട്ടൽ 40% അവരുടെ ഇൻകം ടാക്സിൽ പോവുകയാണ്. അപ്പം ഇത് കുറേ പ്രശ്നങ്ങൾ കൊണ്ടുവന്നപ്പോൾ അഗെയിൻ ഓർഡിനൻസിൽ അതിന് എന്ത് കൊണ്ടുവന്നു, ചെറിയൊരു മാറ്റം കൊണ്ടുവന്നു. ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ പിന്നെയും ഇത്ര വരെ കഴിഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യും. സർചാർജ് അപ്ലിക്കബിൾ ആവുന്നത്, അതായത് അമെൻമെന്റ് കൊടുത്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ, HUF, AOP, BOI, ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ ആണ്. അപ് ടു 50 lakhs, no surcharge. 50 lakhs to 1 crore, 10%. 1 crore to 2 crore, 15%. 2 crore to 5 crore, 25%. 5 crore above, 37%. പക്ഷെ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ, അതായത് ആൾക്കാർ ഏൺ കൂടുതൽ ചെയ്യുമ്പോൾ അവർക്ക് ടാക്സ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നു. അതായത് 100%-ൽ 40% ഓൾമോസ്റ്റ് അവരുടെ ടാക്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രയും ഏർണിംഗ് വേണമെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഉണ്ടാവും. അതായത് സെക്യൂരിറ്റി സെയിൽ ആൻഡ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നല്ല ഒരു ഇൻകം വരുന്നുണ്ടാവും. അപ്പോൾ ആ സ്ലാബിലുള്ള ആൾക്കാർക്ക്, ആ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കാണ് ഒരുപാട് പ്രശ്നം വന്നത്. അപ്പോൾ ഒരു ഓർഡിനൻസ് വഴി ഈ ഒരു അമെൻമെൻറ്റ് നടത്തി. അപ്പോൾ ഇതിന് നമ്മൾ ഇനി മുതൽ എൻഹാൻസ്ഡ് സർചാർജ് എന്ന് പറയും. എന്താ ഇതിന് നമ്മൾ പറയാം? എൻഹാൻസ്ഡ് സർചാർജ്. അപ്പോൾ ഈ എൻഹാൻസ്ഡ് സർചാർജ് ഈസ് നോട്ട് അപ്ലിക്കബിൾ. ശ്രദ്ധിച്ചു കേൾക്കൂ. എൻഹാൻസ്ഡ് സർചാർജ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A and long term capital gain under section 112A. ഇതിനു മുന്നേ നമ്മൾ 112A പഠിച്ചത് റീബേറ്റ് കിട്ടില്ല 112A. അപ്പോൾ ഇവിടെ സർചാർജ് അപ്ലിക്കബിൾ അല്ല. സർചാർജ് എൻഹാൻസ്ഡ് സർചാർജ്, അതായത് എൻഹാൻസ്ഡ് സർചാർജ് എന്ന് പറയാം 25%-ഉം 37%-ഉം ഉള്ള സർചാർജ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A-നും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112A-നും അപ്ലിക്കബിൾ അല്ല. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A, ലോങ് ടേം ക്യാപിറ്റൽ 112A മാക്സിമം സർചാർജ് എന്ന് പറയുന്നത് 15% ആയിരിക്കും. മാക്സിമം സർചാർജ് എത്രയായിരിക്കും? 15% ആയിരിക്കും. അപ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാം. സർചാർജ് ഇൻഡിവിജ്വൽ, HUF, AOP, BOI, AJP. Total income up to 50 lakhs, no surcharge. 50 lakhs to 1 crore, 10%. 1 crore to 2 crore, 15%. 2 crore to 5 crore, 25%. 5 crore above, 37%. But this enhanced surcharge is not applicable to short-term capital gain 111A and long-term capital gain 112A. ഇതെന്താ ഈ സെക്ഷൻ പറയുന്നത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A, ലോങ് ടേം ക്യാപിറ്റൽ 112A എന്തിൻ്റെ ആയിരുന്നു? സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ഓർ യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ, ഷോർട്ട് ടേം ഓർ ലോങ് ടേം സെയിൽ ചെയ്യുമ്പോൾ STT പെയ്ഡ് ആണെങ്കിൽ ആ വരുന്ന ക്യാപിറ്റൽ ഗെയിനിൽ നിങ്ങൾക്ക് എൻഹാൻസ്ഡ് സർചാർജ് അപ്ലിക്കബിൾ അല്ല. പക്ഷെ മാക്സിമം സർചാർജ് എത്രയാണ്? 15% ആയിരിക്കും മാക്സിമം സർചാർജ്. സോ ഇതാണ് നമ്മുടെ സർചാർജുകൾ വന്നിരിക്കുന്നത് മെയിൻ അമെൻമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ ഞാൻ 2 സംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പ്രാക്ടീസ് സമ്മുണ്ട്, പിന്നെ ഒന്ന് ഫുൾ ഫ്ലെജ് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെങ്ങനെ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള 2 ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ചാർട്ടാണ്. ഈ ചാർട്ടിനകത്ത് പല എക്സാമ്പിൾസും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പല എക്സാമ്പിൾസിൻ്റെ ബേസിസിൽ നമുക്ക് സർചാർജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അതർ ഇൻകം എൻ്റെ വരുന്നത് ഇതാണ്. അതർ ഇൻകം എന്ന് പറയുമ്പോൾ സാലറി ഇൻകം, ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, PGBP,
നിങ്ങളുടെ അതർ സോഴ്സസ് ഇതെല്ലാം നിങ്ങളുടെ അതർ ഇൻകമിൽ വരും. ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A ആൻഡ് 112A ഞാൻ ഡീറ്റെയിൽ എഴുതിയിട്ടില്ല. സെക്ഷൻ ഇൻട്രസ്റ്റ് സ്റ്റുഡൻസിൻ്റെ സെക്ഷൻ മാത്രം മതി. നിങ്ങൾക്ക് അതിൻ്റെ ഹെഡിങ് അറിയാം. കാരണം 111A ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, 112A ഈസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ഓർ യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ഓൺ വിച്ച് STT ഈസ് പെയ്ഡ്. ഓക്കെ, അതിൻ്റെയാണിത്. പിന്നെ ടോട്ടൽ, ഇത് രണ്ടിൻ്റെയും ടോട്ടലാണിത്. ഇനി അതിൻ്റെ മുകളിൽ സർചാർജ് ഓൺ അതർ ഇൻകമും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. എക്സാമിന് ഇങ്ങനെയല്ല സം വരിക, അത് നെക്സ്റ്റ് പേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സപ്പോസ് യുവർ അതർ ഇൻകം ഈസ് 20 lakh. ദ എമൗണ്ട്സ് ആർ ഇൻ 20 lakhs. അതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഓക്കെ, ഇത് എമൗണ്ട്സ് ആർ ഓൺ ലാക്സ് ആണ്. ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കിക്കോളും. എമൗണ്ട്സ് ആർ ഒബ്വിയസ്ലി ഇൻ ലാക്സ്. So other income is 20 lakhs. Capital gain is 25 lakhs. 20 plus 25 is 45. നമ്മുടെ ക്രൈറ്റീരിയ എന്തായിരുന്നു? ലെസ് ദാൻ 50 lakhs ആണെങ്കിൽ നോ സർചാർജ്. ലെസ് ദാൻ 50 lakhs നോ സർചാർജ്. So surcharge on 111A or 112A nil. Surcharge on other income would also be nil. ഫസ്റ്റ് എക്സാമ്പിൾ മനസ്സിലായോ? 20 നിങ്ങളുടെ അതർ ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ ഇൻകം 25, ടോട്ടൽ 45. 50 lakhsന് കുറവാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം. സോ ദർ ഇസ് നോ സർചാർജ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ, അതർ ഇൻകം ഇസ് 45. ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഷോർട്ട് ടേമും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A 112A is 50. ടോട്ടൽ കംസ് ടു 95. 95 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 50 lakhsന് കൂടുതലാണ്, പക്ഷെ 1 crore കുറവാണ്. അപ്പം അതിൻ്റെ ടാക്സ് റേറ്റ് എത്രയായിരുന്നു? സർചാർജ് എത്രയായിരുന്നു? സർചാർജ് എത്രയായിരുന്നു? 10%. അപ്പോൾ ഇതിൻ്റെ 50 lakhsന്റെ മുകളിൽ 10%, 45 lakhsന്റെ മുകളിൽ 10%. മനസ്സിലായോ? ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യണേ. 20 ഫസ്റ്റ് എക്സാമ്പിൾ, 20 അതർ ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ 25, ടോട്ടൽ 45. ലെസ് ദാൻ 50 lakhs ആയതുകൊണ്ട് നോ സർചാർജ്. സെക്കൻഡ്, അതർ ഇൻകം 45, ക്യാപിറ്റൽ ഗെയിൻ 50, ടോട്ടൽ 95. പക്ഷേ അത് 50 lakhs to 1 crore ഇടയിലായതുകൊണ്ട് 10% സർചാർജ്. രണ്ടിൻ്റെ മുകളിൽ 10% സർചാർജ്. നെക്സ്റ്റ് വൺ, അതർ ഇൻകം ഇസ് 45 lakhs, ക്യാപിറ്റൽ ഗെയിൻ ഇസ് 70 lakhs, ടോട്ടൽ കംസ് ടു 115 lakhs എന്ന് പറയുമ്പോൾ 1 crore 15 lakhs. 1 crore 15 lakhs എന്ന് പറയുമ്പോൾ 1 crore to 2 crore ഇടയിൽ. അപ്പോൾ സർചാർജ് എത്രയാ? 15%. സോ 70% മുകളിൽ 15%, 45 lakhsന്റെ മുകളിൽ 15%. ഡൗട്ട് ഉണ്ടോ ഇതുവരെ? ഐ ഹോപ്പ് ഡൗട്ട് ഇല്ല. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും പറയണേ. അപ്പോൾ ഞാൻ അതനുസരിച്ച് ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാം. സോ അതർ ഇൻകം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം 3 എക്സാമ്പിൾസും. അതർ ഇൻകം 20, ക്യാപിറ്റൽ ഗെയിൻ 25, ടോട്ടൽ കംസ് ടു 45 lakh. 50 lakhsന് കുറവായത് കാരണം നിൽ സർചാർജ്, ഇവിടെയും നിൽ സർചാർജ്. അതർ ഇൻകം 45, ക്യാപിറ്റൽ ഗെയിൻ 50, അപ്പോൾ ടോട്ടൽ കംസ് ടു 95 lakhs. 95 lakh എന്ന് പറയുമ്പോൾ 50 lakhന് കൂടുതൽ, പക്ഷെ 1 crore താഴെ. Surcharge would be 10% on both the income. Other income is 45, capital gain is 70, total comes to 1 crore 15 lakhs. അപ്പോൾ 1 crore to 2 crore ഇടയിലാണ് വരുന്നത്. അപ്പോൾ 15% tax rate on both. Okay. Next one is very important. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Other income 45 lakhs. Capital gain, അതായത് 111A 112A is 300. അതായത് 3 crores. 3 crores ആണ് ക്യാപിറ്റൽ ഗെയിൻ ഇൻകം. അതർ ഇൻകം വെറും 45 ആയിരുന്നു. അപ്പോൾ ടോട്ടൽ കംസ് ടു 3 crore 45 lakh. ശ്രദ്ധിച്ച് കേൾക്കണേ. അതർ ഇൻകം 45 lakhs. പക്ഷെ ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A or 112A is 300 lakhs എന്ന് പറയുമ്പോൾ 3 crores. ടോട്ടൽ കംസ് ടു 3 crore 45 lakhs. ഇനി റേറ്റ്സ് ശ്രദ്ധിക്കുക. 3 crore 45 lakhs എന്ന് പറയുമ്പോൾ 2 crore കൂടി, പക്ഷെ 5 crore താഴെ. ദാറ്റ് മീൻസ് എൻഹാൻസ്ഡ് സർചാർജ്. പക്ഷെ എൻഹാൻസ് സർചാർജ് നമ്മുടെ 111A 112A ക്യാപിറ്റൽ ഗെയിൻസിൽ അപ്ലിക്കബിൾ അല്ല. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A 112A അപ്ലിക്കബിൾ അല്ല. അപ്പം നിങ്ങളിത് ഈ എമൗണ്ട് നോക്കിയാൽ 3 crore 45 lakhs എന്ന് പറയുന്ന ഈ എമൗണ്ട്
3 crore വരുന്നത് ക്യാപിറ്റൽ ഗെയിനിനാണ്. അതർ ഇൻകം വെറും 45 lakhs ഉള്ളൂ. അപ്പോൾ അതർ ഇൻകം കാരണമല്ല നിങ്ങളുടെ എൻഹാൻസ്ഡ് സർചാർജിന്റെ സ്ലാബിലേക്ക് വന്നത്. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എൻഹാൻസ്ഡ് സർചാർജ്, അതായത് നിങ്ങളുടെ 25% നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവില്ല. ഇറ്റ് വുഡ് ബി ഓൺലി 15%. ആദ്യത്തെ കാരണം ഈ സർചാർജ് ഓൺ ക്യാപിറ്റൽ ഗെയിൻസ് 15% ആയത് കാരണം എന്താ, 25% ഒരിക്കലും അപ്ലിക്കബിൾ ആവില്ല. ബിക്കോസ് ക്യാപിറ്റൽ ഗെയിൻ 111A 112A സർചാർജ്, അതായത് എൻഹാൻസ്ഡ് സർചാർജ് അപ്ലിക്കബിൾ അല്ല. അവർക്ക് ഹയസ്റ്റ് സർചാർജ് എത്രയാണ്, 15%. ഇനി നിങ്ങൾക്ക് ഡൗട്ട് വരും, ഈ സർചാർജ് ഓൺ അതർ ഇൻകം 15% എന്തുകൊണ്ടാണ് വന്നത്? കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഈ 3 crore 45 lakh എന്നുള്ളത് എമൗണ്ട് അതർ ഇൻകം കാരണമല്ല വന്നത്, അത് ക്യാപിറ്റൽ ഗെയിൻ ഇൻകം കാരണമാണ് വന്നിരിക്കുന്നത്. അത് കാരണം ഇത് 15% ഹയസ്റ്റ്, അതായത് എൻഹാൻസ്ഡ് മുമ്പുള്ള ടാക്സ് റേറ്റ് ആണ്, അതായത് സർചാർജ് ആണ് 15% അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ 45 lakh നിങ്ങളുടെ അതർ ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ 111A or 112A നിങ്ങളുടെ 600. അപ്പോൾ 600 എന്ന് പറയുമ്പോൾ 6 crore. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ 6 crore 45 lakh, അതായത് 6 crore 45 lakh എന്ന് പറയുമ്പോൾ 6 crore കംപ്ലീറ്റ്ലി വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ 111A or 112A എന്നാണ്. വെറും 45 lakh ഉള്ളൂ അതർ ഇൻകം. സോ ഹയസ്റ്റ് surcharge for capital gain 111A or 112A is 15%. അതേ സെയിം റേറ്റ് സർചാർജ് ഓൺ അതർ ഇൻകമും ആണ്. ഓക്കെ, ഇനി അടുത്തത്, ഇതും അഗെയിൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതർ ഇൻകം ഈസ് 3 crores. Capital gain is 2 crore 50 lakhs. Total comes to 5 crore 50 lakhs. 5 crore 50 lakhs എന്ന് പറയുമ്പോൾ above 5 crore 37% സർചാർജ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതർ ഇൻകമിൻ്റെയും ഈക്വൽ കോൺട്രിബ്യൂഷൻ ഉണ്ട്, ക്യാപിറ്റൽ ഗെയിനിൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതർ ഇൻകം, അതായത് ക്യാപിറ്റൽ ഗെയിൻ ഇല്ലെങ്കിലും നിങ്ങളുടെ അതർ ഇൻകം എത്ര പോകുന്നുണ്ട്, 3 crore പോകുന്നുണ്ട്. ഓക്കെ, നാ ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. 5 crore 50 lakhs, 5 crore 50 lakhsൽ 3 crore അതർ ഇൻകം ആണ്. ക്യാപിറ്റൽ ഗെയിൻ ഇൻകം നിങ്ങളുടെ 2 crore 50 lakhs. അപ്പോൾ ക്യാപിറ്റൽ ഗെയിനിൽ നിങ്ങളുടെ മാക്സിമം, അതായത് ഹയസ്റ്റ് സർചാർജ് എത്രയാണ്, 15%. അത് അപ്ലൈ ആവും. 300 lakhs എന്ന് പറയുമ്പോൾ 3 crore. 3 crore ഏത് സ്ലാബിൻ്റെ ഇടയിലാണ് വരുന്നത്, 2 crore to 5 crore ഇടയിൽ. അപ്പോൾ 2 crore to 5 crore ഇടയിൽ വരുന്ന കാരണം അതിൻ്റെ സർചാർജ് 25% ആയിരിക്കും. മനസ്സിലായോ? പിന്നെ റിപ്പീറ്റ് ചെയ്യാം. 300 250, ടോട്ടൽ കംസ് ടു 550. ദോ ദ ടോട്ടൽ ഇൻകം ഇസ് ബിയോണ്ട് 5 crore 37%. പക്ഷെ ഇവിടെ അതർ ഇൻകമും ക്യാപിറ്റൽ ഗെയിനും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഇൻകത്തിന് മുകളിൽ സർചാർജ് വുഡ് ബി 15%, ഹയസ്റ്റ് സർചാർജ്. ബട്ട് 3 crores എന്ന് പറയുമ്പോൾ അതർ ഇൻകം 3 crores എന്ന് പറയുമ്പോൾ 2 crore to 5 crore ഇടയിൽ വരുന്ന കാരണം 25% അതിൻ്റെ സർചാർജ് ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് വൺ 600 അതർ, അതായത് 6 crore അതർ ഇൻകം, ക്യാപിറ്റൽ ഗെയിൻ ഇസ് 1 crore, ടോട്ടൽ കംസ് ടു 7 crore. അപ്പോൾ ഇവിടെ നോക്കിയാൽ 7 crore എന്ന് പറയുമ്പോൾ 5 crore മുകളിൽ, 5 crore മുകളിൽ എന്ന് പറയുമ്പോൾ 37%. 37% is enhanced surcharge. ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A or 112A അപ്ലിക്കബിൾ അല്ല. അവർക്ക് മാക്സിമം, അതായത് ഹയസ്റ്റ് സർചാർജ് എത്രയാണ്, 15%. പക്ഷെ അതർ ഇൻകത്തിന് നിങ്ങൾ തനിച്ചൊന്ന് നോക്കൂ, 6 crores എന്ന് പറയുമ്പോൾ അത് ഒറ്റയ്ക്ക് തന്നെ 5 crore എക്സീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 crore എക്സീഡ് ചെയ്യുന്ന കാരണം അതിൻ്റെ ടാക്സ് റേറ്റ് എത്രയാവും, 37%. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ എക്സാമ്പിൾസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതായത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കൂ. എങ്ങാനും ഇതിൽ ഡൗട്ട് വരികയാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുത്താൽ ഞാൻ പിന്നെയും ഇതിനകത്ത് ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരാം. ഓക്കെ, ഇനി എക്സാമിൽ വരുന്ന ടൈപ്പ് ഒരു സംഭവം നമുക്ക് നോക്കാം. സപ്പോസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 കാൽക്കുലേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും സാധാരണ വരുന്നത്. അപ്പോൾ ഞാനൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. മിസ്റ്റർ എക്സ് ഈസ് എ റെസിഡൻറ്റ്, ഏജ് 31 years. His income details for previous year 1920 are as follows. Capital gain under section 112A 40 lakhs. Capital gain under section 111A 60 lakhs. അപ്പോൾ ഇത് നിങ്ങളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഇത് നിങ്ങളുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ.
എന്താണ് ഈ സെക്ഷൻ പറയുന്നത്? സെയിൽ ഓൺ സെക്യൂരിറ്റീസ്, ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്, ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ഓർ യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ് ഓൺ വിച്ച് STT is paid. അങ്ങനത്തെ ആ സെക്യൂരിറ്റീസ് നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ വരുന്ന ഷോർട്ട് ടേം ഓർ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇത്. അപ്പോൾ 112A is long term capital gain, 111A is short term capital gain. Other income is 3 crores. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇനി ടാക്സ് ലയബിലിറ്റി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മളിവിടെ കോളമിനാർ ഫോമിലാണ്. ഇത് പെർട്ടിക്കുലേഴ്സ്, ടാക്സ് റേറ്റ്, ഇൻകം ആൻഡ് ടാക്സ് എത്ര വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങളുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണെന്ന് പറയും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112A എത്രയാണ്? 40 lakhs. 112Aയുടെ സെക്ഷൻ എന്താ പറയുന്നത്? നിങ്ങളുടെ exceeds 112A പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇൻ എക്സസ് ഓഫ് 1 lakhന്റെ മുകളിലാണ് 10% ടാക്സ് റേറ്റ്. എത്രയാണ് ടാക്സ് റേറ്റ്? 10%. പക്ഷേ ഇൻ എക്സസ് ഓഫ് 1 lakh. അപ്പം ഞാൻ പറഞ്ഞുതരാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112A നമ്മൾ എത്രയാണ് എമൗണ്ട്? 40 lakhs. 40 lakhs ആണ് എമൗണ്ട്. പക്ഷേ ഇൻ എക്സസ് ഓഫ് 1 lakh, അതായത് 1 lakh വരെ LTCG അതായത് ടാക്സ് ഇല്ല, അതിന് മുകളിൽ ടാക്സ് ഇല്ല. 1 lakhന് മുകളിലുള്ള എമൗണ്ടിന് 10% ഉള്ളൂ. അപ്പോൾ 40 lakhsൽ 1 lakhൽ ഒരു ടാക്സും ഇല്ല. അതായത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112Aയുടെ 10% 1 lakhന്റെ മുകളിൽ വരില്ല. ബാക്കി എത്രയാ? 39 lakhs. 39 lakhന്റെ മുകളിൽ 10% എത്രയാ? 3,90,000. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112A, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112A എന്താ പറയുന്നത്? എത്രയാണോ നിങ്ങളുടെ ഇൻകം അതിൽ നിന്ന് 1 lakhന്റെ മുകളിൽ നിങ്ങൾക്ക് 10% ഇല്ല. ബാക്കിയുടെ എമൗണ്ടിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് 10% ലോങ് ടേം ക്യാപിറ്റൽ ലോങ് ടേം ടാക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ 40 lakhs നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, അതിനകത്ത് നിന്ന് 1 lakh മാറ്റുക. കാരണം ആ 1 lakhന്റെ മുകളിൽ അപ് ടു 1 lakh ഒന്നുമില്ല, നിങ്ങൾക്ക് ടാക്സ് ഇല്ല. 1 lakhന് മുകളിലുള്ള എമൗണ്ട്, അതായത് ബാക്കി 39 lakhsന് മുകളിൽ 10%. 39 lakhsന് മുകളിൽ 10% എന്ന് പറയുമ്പോൾ 3,90,000. ഇനി ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A ടാക്സ് റേറ്റ് 15% ആണ് ടാക്സ് റേറ്റ്. ഞാനിത് ഡീറ്റെയിലിൽ പോകുന്നില്ല, ബിക്കോസ് നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ടാക്സ് റേറ്റ്സ് ഓൾറെഡി അറിയണ്ടാവും. ഇത് നിങ്ങളുടെ മോഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഓൾമോസ്റ്റ് ടുവേർഡ്സ് ഉണ്ട് നിങ്ങളുടെ മോഡ്യൂളിൽ ഇത് കംപ്ലീറ്റ് ടാക്സ് റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഒന്നും പറയുന്നില്ല. അമെൻമെൻറ്റ് ലെക്ചറാണ്. അമെൻമെൻറ്റ് ലെക്ചർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ സ്റ്റഡി കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷമാണ് നിങ്ങളിത് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A എത്ര പെർസെൻറ്റാണ്? 15%. 15% എന്തിൻ്റെ മുകളിൽ? 60 lakhsന്റെ മുകളിൽ കംസ് ടു 9 lakh. ബാക്കി ബാലൻസ് എത്രയാണ്? ഇത് 3 crore മുകളിൽ നോർമൽ ടാക്സ് റേറ്റ്. നോർമൽ ടാക്സ് റേറ്റ്സ് എന്ന് പറയുമ്പോൾ അപ് ടു 2,50,000, 2,50,000 to 5 lakh to അങ്ങനെ ഇൻകം ടാക്സ് ലാബ് വരുന്നത് 88,12,500. നിങ്ങളുടെ കയ്യിൽ കാൽസി ഉണ്ടെങ്കിൽ അതൊന്ന് വർക്ക് ചെയ്തു. ഇത് ഞാൻ വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 88,12,500. ടോട്ടൽ ഇൻകം എൻ്റെ 4 crore. അതിൻ്റെ മുകളിൽ ടാക്സ് വരുന്നത് 1,01,02,500. ഒരു മിനിറ്റ്. ടോട്ടൽ ഇൻകം ഇനി ഇത് മാത്രം നോക്കിയാൽ മതി നമുക്ക്. ഓക്കെ, ടോട്ടൽ ഇൻകം നിങ്ങളുടെ ഓക്കെ ടോട്ടൽ ഇൻകം ടാക്സ് എത്ര വരുന്നത്? 1,01,02,500. ഇതിൻ്റെ മുകളിലാണ് സർചാർജ് കാൽക്കുലേറ്റ് ആവുന്നത്. ഓക്കെ, സർചാർജ് പെർസെൻറ്റേജ് ഇതിൻ്റെ മുകളിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നാ ലിസൺ, സർചാർജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. എൻ്റെ ടോട്ടൽ ഇൻകം എത്രയാണ്? 4 crore. 4 crore എന്ന് പറയുമ്പോൾ 2 crore to 5 crore-ൻ്റെ ഇടയിൽ. 2 crore to 5 crore എന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് സർചാർജ്. എൻഹാൻസ്ഡ് സർചാർജ് എന്ന് പറയുമ്പോൾ 25% വരും. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എൻഹാൻസ്ഡ് സർചാർജ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 112A-ലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 111A-ലും ആപ്ലിക്കബിൾ അല്ല. അപ്പം അതായത് നിങ്ങൾക്ക് 3 crore-ൽ 25%-ഉം ഈ എമൗണ്ടിൽ 15%-ഉം, അതായത് ഹയസ്റ്റ് സർചാർജ് ആയിരിക്കും നിങ്ങൾക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ മുകളിൽ. ആൻഡ് ബാലൻസ് അതായത് 3 crore-ൻ്റെ മുകളിൽ, മീൻസ് 3 crore-ൻ്റെ ബേസിസിൽ 88,12,500-ൻ്റെ മുകളിൽ 25% ടാക്സ് റേറ്റും സർചാർജും. അപ്പോൾ സർചാർജ് അറ്റ് ദ റേറ്റ് 15%. ഈ 1,93,500 എങ്ങനെ വന്നതെന്നറിയോ? 15%, 3,90,000 പ്ലസ് 9 lakh, അതിൻ്റെ 15% ആണ് 1,93,500. 15% എന്തിനാ നിർത്തി മനസ്സിലായോ? കാരണം നിങ്ങളുടെ ഹയസ്റ്റ്
സർചാർജ് STCG LTCGയിലും ഹയസ്റ്റ് സർചാർജ് ഒക്കെ 50%. അപ്പോൾ 1,93,000 അതിൻ്റെ ടാക്സ് റേറ്റ്. ഈ 88,12,500 മുകളിൽ നിങ്ങൾക്ക് എത്ര ടാക്സ് റേറ്റ് വരും? 25% വരും. ടോട്ടൽ ചെയ്യാൻ comes to 1,24,99,125. അതിൻ്റെ മുകളിൽ 4% ഹയർ എഡ്യൂക്കേഷൻ സെസ്. ആൻസർ comes to 1,29,99,090. മനസ്സിലായോ? ഇങ്ങനെയാണ് പ്രസൻറ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് സർചാർജ് ഒന്ന് റിവൈസ് ചെയ്യാം. സർചാർജ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് ഇൻഡിവിജ്വൽ, HUF, AOP, BOI, ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സണിന് മാത്രമാണ്. കമ്പനിയുടെ സർചാർജിന് ഒരു വ്യത്യാസവും. സർചാർജിൽ എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? അപ് ടു 50 lakhs നോ സർചാർജ്, 50 lakhs to 1 crore 10%, 1 crore to 2 crore 15%, 2 crore to 5 crore 25%, 5 crore above 37%. ഈ ലാസ്റ്റ് രണ്ടെണ്ണം എൻഹാൻസ്ഡ് സർചാർജ് ആണ്. എൻഹാൻസ്ഡ് സർചാർജ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ long term capital gain under section 112A and short term capital gain 111A. ഓക്കെ, അവർക്കുള്ള ബേസിക് അവർക്കുള്ള ഹയസ്റ്റ് സർചാർജ് 15% ആണ്. ഓക്കെ, അപ്പം ഇതായിരുന്നു നിങ്ങളുടെ സർചാർജിൻ്റെ അമെൻമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ ഉള്ളത് നമ്മൾ പഠിച്ചത് കംപ്ലീറ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ആൻഡ് ദാറ്റ് വുഡ് ബി ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് പഠിച്ചത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ഉള്ള പ്രീവിയസ് ഇയർ 2019-20, അസസ്മെൻറ്റ് ഇയർ 2021. Previous year 1920 is a leap year, so 366 days, residential status, depreciation, എവിടെയൊക്കെ ഡേറ്റ്സ് വരുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം. അതാണ് സെക്കൻഡ് അമെൻമെൻറ്റ്. ഫസ്റ്റ് വൺ ഓർത്തിരിക്കേണ്ടത് പ്രീവിയസ് ഇയർ 1920, അസസ്മെൻറ്റ് ഇയർ 2021. സെക്കൻഡ് ഓർത്തിരിക്കേണ്ടത് പ്രീവിയസ് ഇയർ 1920 is a leap year, so 366 days ഉണ്ടാവും. 366 days എന്ന് പറയുമ്പോൾ it would be like നിങ്ങൾക്ക് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്, അത് റെപ്രിസിയേഷൻ, വേറെവർ ഡേറ്റ്സ് വരുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് 366 ഡേയ്സ് ആലോചിച്ച് റീകോൾ ചെയ്തിട്ട് ചെയ്യണം. നെക്സ്റ്റ് ഡേറ്റ്സ് ടു റിമെമ്പർ: 1st ഫെബ്രുവരിക്ക് ഇൻട്രീം ബഡ്ജറ്റ്, 5th ജൂലൈക്ക് ഫൈനൽ ബഡ്ജറ്റ്, 1st ഓഗസ്റ്റിന് സർട്ടൻ അമെൻമെൻറ്റ്സ് കൊണ്ടുവന്നു, ആൻഡ് 20 സെപ്റ്റംബറിന് നിങ്ങളുടെ ഓർഡിനൻസ് ആണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഡേറ്റ്സ് കുറച്ച് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. ഓക്കെ, ആർട്ടിക്കിൾ 123 ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള ഒരു പവർ തന്നിരിക്കുന്നത്. 245 പാർലമെന്റ് മേ മേക്ക് എനി ലോ ഇൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ലോ ഉണ്ടാക്കണമെങ്കിൽ പാർലമെന്റ് ക്യാൻ മേക്ക്, അത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 245. അതിനുശേഷം 4th അമെൻമെന്റ്, റീബേറ്റ് അണ്ടർ സെക്ഷൻ 87A. earlier it was 2500, പക്ഷേ ഇപ്പോൾ SSC should be an individual resident. Total income means normal plus a special income, but does not include long-term capital gain under section 112A. അതൊഴികെ ബാക്കി എല്ലാ ഇൻകത്തിൻ്റെ മുകളിലും അതാണ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം വരിക. ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh. റീബേറ്റ് വുഡ് ബി ലോവർ ഓഫ് 100% ഓഫ് ടാക്സ് ഓർ 12,500. 100% ഓഫ് ടാക്സ് ഓർ 12,500, whichever is lower. പക്ഷേ റീബേറ്റ് എഡ്യൂക്കേഷൻ സെസ്സിന് മുകളിലാണ് കേട്ടോ കൊടുക്കാം. എഡ്യൂക്കേഷൻ സെസ് പിന്നീടാണ്. അപ്പോൾ ടോട്ടൽ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുക. ടോട്ടൽ ടാക്സ് എന്ന് പറയുമ്പോൾ വെറും സ്ലാബ് റേറ്റും സ്പെഷ്യൽ ഇൻകത്തിന് മുകളിൽ അതിൻ്റെ ടാക്സ് റേറ്റ്സും അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ടോട്ടൽ ടാക്സിൽ വരിക. ബിഫോർ സർചാർജ് ഓർത്ത് വയ്ക്കാം. ടോട്ടൽ ടാക്സ് അതിനെ കമ്പയർ ചെയ്യുക 12,500 ആയിട്ട്, whichever is lower, അത്രയും. അതിനുശേഷം ബാക്കിയുള്ള എമൗണ്ടിൻ്റെ മുകളിൽ ബാക്കിയുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സെസ് വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ നോക്കിയത് സർചാർജിൻ്റെ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത് ഇൻഡിവിജ്വൽ, HUF, AOP, BOI, ആർട്ടിഫിഷ്യൽ ജുഡിക്കൽ പേഴ്സൺ അപ് ടു 50 lakhs നോ സർചാർജ്, 50 lakhs to 1 crore 10%, 1 crore to 2 crore 15%, above 2 crore to 5 crore 25%, above 5 crore it is 37%. Enhanced surcharge is not applicable for long-term capital gain under section 112A and short-term capital gain under section 111A. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മൾ ഇത്രയും നേരം റിവൈസ് ചെയ്തുകൊണ്ട്. ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ CA ഇൻറ്റർ, CS എക്സിക്യൂട്ടീവ്, CMA ഇൻറ്റർ, ഓൾസോ ഫൈനൽ ലെവലിലുള്ള ഒരു
മേജർ അമെൻമെൻ്റ് ആണ്. അതാണ് 115 BAA, 115 BAB, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും കണക്റ്റ് ആയിട്ടിരിക്കുക എൻ്റെ ചാനലിൻ്റെ കൂടെ. പുതിയ പുതിയ അപ്ഡേറ്റ്സും പുതിയ പുതിയ അമെൻമെൻറ്റ്സും ടാക്സ് റിലേറ്റഡും ലോ റിലേറ്റഡും ബാക്കി സബ്ജക്ട്സ് നിങ്ങൾക്ക് എങ്ങാനും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഐ വിൽ ബി ഫ്രീ ടു ആൻസർ യുവർ ക്വയറീസ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് അറിയാൻ പറ്റും. അതായത് ഈ ചാനലിൽ എന്തെങ്കിലും പുതിയൊരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. പക്ഷെ മാക്സിമം ഇത് ഷെയർ ചെയ്യുക, എല്ലാവരിലും ഇത് എത്തിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.